Praise the Lord. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24 അധ്യായം 28 മുതലുള്ള വാക്യം. ഈ ഒരു വാക്യത്തിൽ നിന്ന് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24:28. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. കർത്താവ് മരിച്ചു കഴിഞ്ഞ് രണ്ടുപേർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം അവരറിയാതെ തന്നെ കർത്താവ് അവരുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കത് ഒരാളവരുടെ കൂടെ നടക്കുന്നത് മനസ്സിലായി, പക്ഷെ അത് കർത്താവാണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന്. ഞാൻ ഇതിന്റെ ഒരു പശ്ചാത്തലം നമുക്കൊന്ന് വായിക്കാം, കുറച്ചുകൂടെ പുറമോട്ട് അതിന്റെ 13 മുതൽ വായിക്കാം. അന്ന് തന്നെ അവരിൽ രണ്ടുപേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവത്തിനെ കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട കാര്യത്തെ പറ്റിയാണ് തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോട് നിന്നു. ക്ലയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നിന്ന് മാത്രം ഈ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രയേലിന് വീണ്ടെടുപ്പിന് ഉള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു. അവനെ നിർബന്ധിച്ച് അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്തു അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. അപ്പോൾ ആ ഒരു 30-ാമത്തെ വാക്യം വരെയും അവർക്ക് കർത്താവിനെ മനസ്സിലായിരുന്നില്ല, അവർ കർത്താവിനെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അപ്പം എടുത്തു നുറുക്കി അവരുടെ കണ്ണ് ഉടനെ തുറന്നു. അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അപ്പൊ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ആ മേശയുടെ മുമ്പാകെ അപ്പം എടുത്ത് നുറുക്കിയപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്. ഇന്ന് നമ്മൾ ഈ മേശയുടെ മുമ്പിൽ ഇരിക്കുന്നു. കർത്താവിന്റെ വീഞ്ഞും കർത്താവിന്റെ രക്തമായിരുന്ന അതിന്റെ സിംബോളിക്കിൽ നമ്മൾ കാണുന്ന ഈ വീഞ്ഞും അപ്പവും തന്റെ ശരീരമാകുന്ന അപ്പവും അതിന്റെ മുന്നിൽ നമ്മൾ ആയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ മധ്യേ ആരുണ്ട്? കർത്താവുണ്ട്. നമ്മുടെ മധ്യേ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. കർത്താവിനെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്നു തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടായിരിക്കണം നമ്മൾ കർത്താവിന്റെ മുന്നിൽ ആയിരിക്കേണ്ടത്, ഈ കർത്തമേശയുടെ മുമ്പിലായിരിക്കണം. കാരണം നമ്മൾ ഇത് കൂടുമ്പോഴൊക്കെയും കർത്താവിന് 2-3 പേർ എന്റെ നാമത്തിൽ കൂടുമ്പോൾ അതിന്റെ മധ്യേ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തീർച്ചയായിട്ടും കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മധ്യേ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അത് നമ്മൾ ആത്മാവിനാൽ അറിയണം എന്നുള്ളതാണ് ഈ കർത്തമേശയ്ക്ക് നമ്മൾ കൂടുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ കർത്താവ് ഈ അപ്പവും വീഞ്ഞും എന്താണ്? അപ്പം കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട അവന്റെ ശരീരം, വീഞ്ഞ് അവൻ ഒഴുക്കിക്കളഞ്ഞ് അവസാനത്തെ തുള്ളി വരെ രക്തം വരെയും ഒഴുകിക്കളഞ്ഞ അവന്റെ രക്തം അതിനെ സൂചിപ്പിക്കുന്നതാകുന്നു. 1 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ
പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയാം, ഇത് ഈ കർത്തമേശയ്ക്ക് അല്ലെങ്കിൽ ഈ മേശയുടെ അടുക്കലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട അവന്റെ ശരീരമാകുന്നു, അവന്റെ രക്തമാകുന്നു, അവൻ ഒഴുകിക്കളഞ്ഞ അവന്റെ രക്തമാകുന്നു. അവൻ എനിക്ക് വേണ്ടി ചെയ്ത ആ വലിയ ത്യാഗത്തെ നമ്മൾ ഓർക്കേണ്ടതാകുന്നു. അതുപോലെ തന്നെ കർത്താവിന് എങ്ങനെയായിരുന്നു ഈ മേശയുടെ അടുത്തേക്ക് വരുമ്പോഴുള്ള അപ്രോച്ച് എങ്ങനെയായിരുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 22:15 വാക്യം. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. കർത്താവ് എത്ര വാഞ്ചയോടാണ് ശിഷ്യന്മാരോട് കൂടെ ആ പെസഹ കൂടാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. കർത്താവിന്റെ ആ അനുഗ്രഹിക്കുന്ന പ്രസൻസ് നമ്മുടെ മധ്യമുണ്ട്. കർത്താവ് ഏറ്റവും സന്തോഷിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. നമ്മുടെ ഓരോ കൂട്ടായ്മകളിലും നമ്മൾ ഈ കൂടി വരുമ്പോഴെല്ലാം സ്വർഗം അതിനെ ഭയങ്കരമായി സന്തോഷിക്കുന്നു. ആ സന്തോഷം നമ്മളിൽ ഉണ്ടാകണം. ആ ഒരു എന്താ പറയുന്നത്, കർത്താവിനുണ്ടായിരുന്ന അതേ ആ വാഞ്ച നമുക്കും ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനം. തിരിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരാം. കൊരിന്ത്യർ അതിന്റെ 1 കൊരിന്ത്യർ അതിന്റെ 11:25. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിന് മുമ്പിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവം നമ്മുടെ മധ്യം ഉണ്ടെന്നും, അതുപോലെ തന്നെ നമുക്ക് ഒരു വാഞ്ച അല്ലെ ആ ഫുൾ കർത്താവിനുണ്ടായിരുന്ന അതേ വാഞ്ച തന്നെ നമ്മുടെ ഹൃദയത്തിലും വേണമെന്നും. മൂന്നാമത്തെ കാര്യം, ഇത് നമുക്ക് തന്നിരിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടതിന്റെ, അവൻ നമുക്ക് വേണ്ടി ഒഴുകിക്കളഞ്ഞ രക്തത്തിന്റെ ഓർമ്മയാണെന്ന് എന്നുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് എന്താണ് ഇനി വരേണ്ട അപ്രോച്ച്? താങ്ക്സ് ഗിവിങ് അല്ലെ? കർത്താവിനെ സ്തുതിക്കുക, നന്ദി പറയുക, നന്ദിയുള്ളവരായി തീരുക, നന്ദി പറയുക. നമ്മൾ അവന്റെ സന്നിധിയിൽ, കർത്താവെ ഞാൻ ഇരിക്കുന്നത് എന്റെ യോഗ്യതകൾ കൊണ്ടല്ല, കർത്താവെ നീ തകർക്കപ്പെട്ടതുകൊണ്ടാണ് ഒരു യോഗ്യതയില്ലാതെ വളരെ ഫ്രീ ആയി ഞാനിവിടെ ഇരിക്കുന്നത്. അങ്ങ് ക്രൂശിൽ തകർക്കപ്പെട്ട് വേദന അനുഭവിച്ചു, ഒരു വേദന അനുഭവിക്കാതെ ഞാനിവിടെ ഇരിക്കുന്നതിന്റെ കാര്യം അങ്ങ് അത്രയും വേദന എനിക്ക് പകരമായി അനുഭവിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ ഈ മേശയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 26 വാക്യം, 1 കൊരിന്ത്യർ 11:26. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുന്നോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്താണ്? ഈ പാനപാത്രം കുടിക്കുമ്പോഴും ഈ അപ്പം തിന്നുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ മരണത്തെയാണ് നമ്മൾ പ്രസ്താവിക്കുന്നത്. മരണം മാത്രമാണോ? മരണത്തെ പ്രസ്താവിക്കുന്നു. അതിന് മുമ്പുള്ള വാക്യം, കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് വരുവോളം. അപ്പം വരുന്നതും, കർത്താവ് ഒരിക്കൽ വരുമെന്നും കർത്താവ് ഞങ്ങൾക്കായി മരിച്ചുവെന്നും പ്രസ്താവിക്കുന്നു. അതിന്റെ സൂചനയാണ്. നമ്മൾ സ്നാനം ചെയ്യുമ്പോൾ എന്തിന്റെ പ്രതിരൂപമായിട്ടാണ് നമ്മൾ സ്നാനം ഏൽക്കുന്നത്? കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൂടി വരുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ജീവിക്കുന്നു, ഒരു നാൾ അവൻ എന്നെ ചേർക്കാൻ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 10:16 മുതലുള്ള വാക്യം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ അംശികളല്ലയോ? നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ പാനപാത്രവും അപ്പവും, ഈ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്ന്, പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ അംശികളാകുന്നു. ആ ഒരു വണ്ണസ്, ഐക്യത, ക്രിസ്തുവിലുള്ള ആത്മീക ഐക്യത നമ്മൾ ഇത് ഓർമ്മിപ്പിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കർത്തമേശയിലൂടെ നമ്മൾ ഓർക്കേണ്ടത്? നമ്മുടെ ഐക്യത, നമ്മൾ ഒരേ അപ്പത്തിന്റെ അംശികളാണ്, ഒരേ പാനപാത്രം തന്നെയാണ് കൈമാറി കുടിക്കുന്നത്. ക്രിസ്തു എന്ന ഒരേ എക്കോ സിസ്റ്റത്തിൽ നിന്നാണ്, ആവാസ വ്യവസ്ഥയിൽ നിന്നാണ് നമുക്ക് എല്ലാ ആത്മീക ഭക്ഷണങ്ങളും ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മളെ എവിടെ ഇരുത്തിയിരിക്കുന്നു? ക്രിസ്തുവിൽ ഇരുത്തിയിരിക്കുന്നു.
അപ്പൊ നമ്മൾ എവിടുന്നാണ് ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും എല്ലാം ക്രിസ്തുവിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഒരേ ഭവനത്തിന്റെ, ഒരേ രാജ്യത്തിന്റെ, ഒരേ ഭക്ഷണത്തിന്റെ, ഒരേ പാനപാത്രത്തിന്റെ, ഒരേ അപ്പത്തിന്റെ അംശികളാണ്. അതാണ് നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം. വി ആർ വൺ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 5-6 വാക്യം. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ തന്നെ. ആ ഒരു വണ്ണസിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ കർത്തമേശയുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഐക്യതയുള്ളവരാണ്, നമ്മൾ ഏക പ്രത്യാശയുള്ളവരാണ്. നമുക്കായി തകർക്കപ്പെട്ടത് ഒരു കർത്താവാണ്, നമുക്കായി ഒഴുകിക്കളഞ്ഞ രക്തം ഒന്ന് തന്നെയാണ്. അതിന്റെ അംശങ്ങളാണ് നമ്മളെല്ലാവരും. അത് നമ്മുടെ സ്പിരിച്വൽ യൂണിറ്റിയെ കാണും. ഈ യൂണിറ്റിയാണ് ലോകത്തിനൊരു ഗോസ്പലായിട്ട്, സുവിശേഷമായിട്ടിരിക്കുന്നത്. ലോകം നോക്കുമ്പോൾ നമ്മൾ ഈ കർത്തമേശ അതിൽ പങ്കുചേരുമ്പോൾ, ലോകത്തിലെ സാധാരണ മനുഷ്യർ നോക്കുമ്പോൾ നമ്മുടെ യൂണിറ്റി, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അവർ നോക്കുമ്പോൾ, നമ്മുടെ ഐക്യത, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ഒരേ ഒരു കർത്താവാണെന്ന് ആ ഒരു ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുന്ന ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു പ്രസ്താവനയാണ് മറ്റുള്ളവർക്ക് കർത്താവിലേക്ക് തിരിയുവാനുള്ള ഒരു സുവിശേഷവും കൂടിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കിയെന്നും കർത്താവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടുവെന്നും അവനിൽ വിശ്വസിച്ച് നമുക്ക് കർത്താവിന്റെ ജീവൻ ഉണ്ടായിരുന്നു, നമ്മൾ അവന്റെ പ്രസൻസിന്റെ പാർട്ടേക്കേഴ്സ് ആണ്, അംശികളാണ്, നമ്മൾ അവന്റെ ജീവന്റെയും അവന്റെ ശരീരത്തിന്റെയും അവന്റെ രക്തത്തിന്റെയും എല്ലാം അംശികളാണ് എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ അതിന്റെ 10-20 മുതലുള്ള വാക്യം, യഹൂദന്മാരെ 18 മുതൽ വായിക്കാം. അപ്പം ഒന്ന് ആകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ? അല്ല. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിൽ ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാൻ പാടില്ല. അപ്പൊ നമ്മള് ഈ മേശയുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് കർത്താവായുള്ളവൻ ഒരുവൻ മാത്രം. നമ്മൾ ഇനി വേറെ നമ്മൾ കർത്താവിന്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരെ ആരാധിക്കുവാൻ, വേറെ ദൈവങ്ങളെ ആരാധിക്കുവാൻ പാടില്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഒരേ നിമിഷം ഭൂതങ്ങൾക്കും കർത്താവിന്റെ അംശികളായി അങ്ങനെ ഒരിക്കലും ആകാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. ഒരേ സമയം ഭൂതത്തിനും അംശികളും കർത്താവിന്റെ അംശികളും അങ്ങനെ ഒരിക്കലും ആകുവാൻ കഴിയത്തില്ല എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ടത് ഒരേ ഒരു കർത്താവ്, നമുക്കുള്ളതും ഒരേ ഒരു കർത്താവ്. നമ്മുടെ മഹത്വവും ബഹുമാനവും എല്ലാം അവനിലേക്കുള്ളതാണ്. നമുക്ക് അവനെ മാത്രമേ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. ക്രൈസ്റ്റ് അലോൺ, ക്രിസ്തു മാത്രം നമുക്ക് നൽകപ്പെട്ട നാമമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ 1 കൊരിന്ത്യർ 11-28 വാക്യം, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അപ്പം എന്തു വേണം? തന്നെത്താൻ ശോധന ചെയ്യണം. ഞാൻ ഇത് കുടിക്കുവാൻ എന്നെ യോഗ്യനാക്കിയത് ആരാണ്? എന്റെ പ്രവൃത്തി വല്ലതും ആണോ? എനിക്ക് പ്രാഗൽഭ്യം വല്ലതും ഉണ്ടായിരുന്നോ? കർത്താവ് എന്നോട് കരുണ കാണിച്ചിട്ടല്ലേ? അല്ലാതെ എന്റെ പ്രവൃത്തി കൊണ്ട് എനിക്കിത് ഈ അപ്പത്തിനും വീഞ്ഞിനും അംശയാകുവാൻ കഴിയുമായിരുന്നോ? ഒരിക്കലുമില്ല. കർത്താവ് എനിക്ക് വേണ്ടി ആ രക്തം ചൊരിഞ്ഞത് കൊണ്ടും തന്റെ ശരീരം തുറക്കപ്പെട്ടതുകൊണ്ടും കർത്താവ് നിമിത്തമാണ് ഞാൻ ഈ ശുശ്രൂഷ ഏൽക്കപ്പെടുന്നതെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് നമ്മളെ തന്നെ ശോധന ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യോഗ്യത വെച്ച് ഇന്നും ഈ ശുശ്രൂഷയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയില്ല. ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഒരു യോഗ്യതയില്ല. പക്ഷെ കർത്താവ് യോഗ്യനായതുകൊണ്ട്, കർത്താവ് എന്നെ യോഗ്യനാക്കിയത് കൊണ്ട് ഇതിന്റെ ഇതിന് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കൈനീട്ടുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം അതിന്റെ 26-ാം അധ്യായം 29 വാക്യം. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത്, ഒന്നാമത്തെ കാര്യം കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യണം എന്നുള്ളതാണ്. 2, ഇത് കർത്താവിന്റെ രക്തവും തകർക്കപ്പെട്ട കർത്താവിന്റെ ശരീരവും ഒഴുക്കിയ കർത്താവിന്റെ രക്തത്തിനെയും സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ ഇത് ഇത് നമ്മൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് അവന്റെ മരണത്തെയും
അവന്റെ വരുവാനുള്ളതിനെയും പ്രസ്താവിക്കുന്നു. കർത്താവ് മരിച്ചു, ഇനി ഒരു നാൾ വരും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം, നമ്മളുടെ ഐക്യത, സഭയുടെ സ്പിരിച്വൽ യൂണിറ്റി. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അപ്പം ഒന്ന്, പാനപാത്രം ഒന്ന്. ഒരേ അപ്പത്തിന്റെയും പാനപാത്രത്തിന്റെയും അംശികളാണ് നമ്മൾ എല്ലാവരും. കോമൺ യൂണിയൻ, കമ്മ്യൂണിയൻ എന്ന് പറയുമ്പോൾ കോമൺ യൂണിയൻ, ഒരേ ഐക്യതയാണ്. നമുക്ക് കോമൺ ആയി നൽകപ്പെട്ടിരിക്കുകയാണ്, കോമൺ യൂണിയൻ ആണ്. നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെയും ഒരേ പാനപാത്രത്തിന്റെയും അംശികളാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന നാമവും ഏകനാമമാണ്. നമുക്ക് ഒരേ നിമിഷം പിശാചിന്റെയും ദൈവത്തിന്റെയും അംശികളായിരിക്കുവാൻ കഴിയുന്നതല്ല. നമ്മൾ ഈ പാനപാത്രം ഇതിൽ നിന്ന് കുടിക്കുമ്പോഴും അപ്പം നുറുക്കപ്പെടുമ്പോഴും എല്ലാം നമ്മൾ അതിൽ നിന്ന് വശിക്കുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാകുന്നത് കർത്താവ് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ ഈ കർത്താവും പിതാവുമായവൻ. നൽകപ്പെട്ട ഒരു നാമം മാത്രമേ ഉള്ളൂ, അവനാണ് യോഗ്യൻ, ക്രൈസ്റ്റ് അലോൺ. അതുപോലെ തന്നെ അവൻ എന്നെ യോഗ്യനാക്കി മാറ്റി. എന്റെ യോഗ്യതയല്ല, അവൻ മാത്രം യോഗ്യൻ. എന്നെ യോഗ്യനാക്കി മാറ്റിയതാണ് എന്നുള്ളതാണ്. ഇനി 7ാമത്തെ പോയിന്റ്, മത്തായിയുടെ സുവിശേഷം 26:29. ഇതെങ്ങോട്ട് പോകുന്നു ഈ ശുശ്രൂഷ? 29ാമത്തെ വാക്യം, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ ഞാൻ നിങ്ങളോടുകൂടെ ഇനി പുതുതായി ഒന്ന് കുടിക്കും. 1000 ആണ്ട് കാലഘട്ടത്തിൽ ഫിസിക്കലായി നമ്മൾ കർത്താവിനോട് കൂടെ ഈ ഫെലോഷിപ്പ് കൂടും, ഇത് കുടിക്കും എന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല. ഇതിന്റെ ഇമ്പോർട്ടൻസ് അത്ര വലുതാണ്. ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. കർത്താവ് ഇനിയും ഇത് നമ്മളോടുകൂടെ കുടിക്കുന്ന ഒരു നാൾ വരും ഫ്യൂച്ചറിൽ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ശുശ്രൂഷയാണ്. മാത്രമല്ല, ഇത് കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ ഒരു സെലിബ്രേഷൻ ആണിത്. സത്യം പറഞ്ഞ ഇതൊരു ആഘോഷമാണ്. നമുക്ക് വേണ്ടി കർത്താവ് നമ്മുടെ ആ പാപത്തിന്റെ അടിമമുഖത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ രക്ഷിച്ച ആ രക്ഷ നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കുന്ന, സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുകയാണ്. അതിന്റെ ഒരു ഫുൾ ഗ്ലോറി നമ്മൾ ഇനി ഫ്യൂച്ചർ കാലഘട്ടത്തിൽ കർത്താവിനോട് കൂടെ കാണും. ആ സന്തോഷത്തിന്റെ പൂർണ്ണത ആ ജഡത്തിൽ പൂർണ്ണമായും നമ്മൾ അനുഭവിക്കുന്നത് വരും കാലങ്ങളിലാണ്. ഇപ്പോൾ നമ്മൾ ആ കർത്താവിന്റെ പ്രസൻസിന്റെ, അനുഗ്രഹിക്കുന്ന പ്രസൻസിന്റെ അംശികളാണ്. ഇവിടെ നടുക്കും നമ്മളിപ്പോൾ എല്ലാം കർത്താവിൽ സ്തോത്രം പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ നിറയുന്നത് കർത്താവിന്റെ പ്രസൻസ് ആണ്. നമ്മുടെ എല്ലാവരും ആ ഒരേ പ്രസൻസ് ആണ് അനുഭവിക്കുന്നത്. ഒരേ കർത്താവിനെ തന്നെയാണ് അംശമായി നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവം നമുക്ക് തന്ന ഈ ശുശ്രൂഷയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരാൾ ദൈവത്തെ ഈ കർത്തമേശ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും.